Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. യേശുക്രിസ്തുവിൽ പ്രിയ ദൈവജനമേ, അല്പസമയം നിങ്ങളുടെ ജീവിതത്തെ ഈ സ്തുതി ആരാധന ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതവും ജീവനും ദൈവത്തിന്റെ കൃപയെ അത്രേ. ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ ജീവിതം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം തിരുവചന ഭാഗത്ത് നാം ഇങ്ങനെ കാണുകയാണ്. എഫേസ്യർ 2:5. ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. Hallelujah. ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അതേ അധ്യായത്തിലെ എഫേസ്യർ 2:8 നാം കാണുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, പിന്നെയോ ദൈവത്തിന്റെ കൃപയുടെ ദാനമാണ് അത്. ഹല്ലേലൂയ. Hallelujah. നമ്മളാരും സ്വന്തമായി നേടിയെടുത്തതല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഈ കൃപയാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ഈ കൃപയാണ് നമ്മെ സഹായിക്കുന്നത്. നമ്മൾ ധൂളിയായ മനുഷ്യർ മാത്രം. വിശ്വാസം വഴി ദൈവകൃപയിലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആകയാൽ ഈ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവവുമായി രമ്യതപ്പെട്ട് ജീവിക്കുവാൻ ഒരഭിഷേകം ഈ ഗാനത്തിലൂടെ നമുക്ക് സ്വന്തമാക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം. റോമ 8:1. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവുമായി രമ്യതപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. സകല ശിക്ഷകളും നമ്മിൽ നിന്ന് ഒഴിവാക്കുവാൻ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മെ സഹായിക്കും. ഈ അനുഗ്രഹം, ഈ കൃപ നമ്മെ വഴി നടത്തട്ടെ. അത് സ്വന്തമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, യാചിക്കാം. ദൈവകൃപയിലൂടെ ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ ഈ ഗാനം ഞങ്ങളെയും കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഈ ലോകത്തിലെ സുഖമോ ഈ ലോകത്തിലെ സമ്പത്തോ നമ്മെ സഹായിക്കുകയില്ല. ഈ ലോകത്തെ സമ്പത്ത് നശ്വരമായി പോകും.
ഒരിക്കലും മാറി മായാത്ത, മങ്ങിപ്പോകാത്ത ദൈവകൃപയിൽ നമുക്ക് സഞ്ചരിക്കാം. ദൈവത്തോട് ചേർന്ന് ജീവിപ്പാം. ഇഹലോകമോ കരികിലൊരു സുഖവും മനഃശാന്തിയതും. ഇഹലോകമോ കരികിലൊരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാം തിരുവചനം. തന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളവയെല്ലാം നൽകും. വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുത്ത് പാടി പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ആവശ്യമുള്ളവയെല്ലാം നൽകി നമ്മെ പോറ്റുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ചേർന്ന് പാടാം. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. നമ്മുടെ ആയുസ്സിന്റെ ദിനമൊക്കെയും ദൈവത്തിന് വേണ്ടി അർപ്പിക്കാം. അവന്റെ കൃപയിൽ നമുക്ക് സമർപ്പിക്കാം. അവൻ നമ്മെ നയിക്കും. യേശു നമ്മെ നയിക്കും. വിശ്വാസത്തോടെ നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിനായി സമർപ്പിച്ച് ദൈവം നമ്മെ നയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ വിശ്വാസത്തോടെ പാടട്ടെ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കാം. അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. അവന്റെ കൃപയിലാണ് നമ്മുടെ ജീവിതവും ജീവനും. വിശ്വാസത്തോടെ സന്തോഷത്തോടെ കരമടിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് പാടട്ടെ. ദൈവത്തിൽ ആനന്ദിച്ചു പാടട്ടെ. ആമേൻ.
ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. വിശ്വാസത്തോടെ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസത്തോടെ എല്ലാവരും ചേർന്ന് കൃപയുടെ അധിപനായ, കൃപയുടെ അതിനാഥനായ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ചേർന്ന് പ്രാർത്ഥിക്കാമോ? നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ആവർത്തിച്ചു പാടി. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. കർത്താവേ, അങ്ങ് മാത്രം മതി, എനിക്ക് അങ്ങ് മാത്രം മതി അപ്പ. ഈ ലോകവും ലോകത്തിന്റെ മോഹങ്ങളും കടന്നു പോകും, അങ്ങ് മാത്രമാണ് കടന്നു പോകാത്തവൻ. അങ്ങയുടെ പരിശുദ്ധ വചനം തേനിനെയും തേൻകട്ടയേക്കാളും മാധുര്യമേറിയത്. അപ്പാ, ഈ ഗാനം ഞാൻ ഏറ്റുപാടുമ്പോൾ സങ്കീർത്തനായ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, സങ്കീർത്തകൻ ഉയർത്തിയതുപോലെ, ഇതാ രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാനും അങ്ങയെ സ്തുതിക്കുന്നു. അപ്പാ, അങ്ങ് മാത്രം മതി. എൻ്റെ ജീവന്റെ അതിനാഥനായ ദൈവമേ, അങ്ങ് മാത്രമാണ്. ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടാം. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഞങ്ങളെ കേൾക്കുന്ന, കാണുന്ന ദൈവത്തിന്റെ ജനമേ, വിശ്വാസത്തോടെ ഞങ്ങളോടൊപ്പം ഈ ഈരടികൾ ഏറ്റുപാടി പ്രാർത്ഥിക്കട്ടെ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഓ, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. അപ്പാ, നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ നിന്നെ പാടി ആരാധിച്ച് സകല ജീവിതങ്ങളെയും, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അതിനാഥനായ സർവശക്തനായ ദൈവമേ, നീ മാത്രം മതി ഞങ്ങൾക്ക്. മറ്റൊന്നിനെയും കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല. നമ്മുടെ ജീവിതം പൂർണ്ണമായും ദൈവത്തിനായി വിട്ട് കൊടുത്താൽ, യേശുവിനായി സമർപ്പിച്ചാൽ, നമ്മുടെ ജീവിതത്തെ അവൻ വിശുദ്ധീകരിച്ച് നമ്മെ പുതു സൃഷ്ടികളാക്കും.
ഒരു പുതിയ സൃഷ്ടിയാകുക എന്നതാണ് പരമപ്രധാനം. മറ്റെന്തിനേക്കാളും ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ ഇപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഞങ്ങളെ കേൾക്കുന്ന കാണുന്ന ദൈവ പൈതലേ, ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ ഒന്ന് കൊതിച്ചേ, ഒന്ന് ദാഹിച്ചേ. അവൻ നമ്മെ ഉപയോഗിക്കട്ടെ, നമ്മളെ അവൻ ഉപയോഗിക്കട്ടെ. അവന് വേണ്ടി ജീവിക്കുവാൻ, സഭയോട് ചേർന്ന് ജീവിപ്പാൻ, യേശുവിന് വേണ്ടി ജീവിപ്പാൻ നമുക്ക് അവിടുന്ന് അഭിഷേകം നൽകട്ടെ. പരിശുദ്ധാത്മാവാകുന്ന ശക്തി നമ്മുടെ മേൽ വന്ന് നിറയട്ടെ. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളെയും, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അന്തരീക്ഷങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി, കാറ്റായി വീശി അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, വന്ന് നിറഞ്ഞ് അഭിഷേകം ചെയ്യണമേ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ കൃപ, ഈ ശക്തി ഞങ്ങളെ ഭരിക്കട്ടെ, ഞങ്ങളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവാകുന്ന കൃപ, പരിശുദ്ധാത്മാവാകുന്ന ശക്തി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോൾ തന്നെ അഭിഷേകമായി നിറയപ്പെടട്ടെ. ഞങ്ങൾ ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നപ്പ, വിശ്വാസത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നപ്പ, വിശ്വാസത്തോടെ ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവ്വവും, എല്ലാറ്റിനും നിൻ ജീവനൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവ്വവും, എല്ലാറ്റിനും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. തേനിലും മധുരമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി. ആവർത്തിച്ചു പാടിക്കേ, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി,
യേശു മാത്രം മതി എനിക്ക്. ഒരിക്കൽ കൂടി യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി. 34-ാം സങ്കീർത്തനം 5-ാം തിരുവചന ഭാഗം. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരായില്ല. വെളിപാട് 12:11. അവർ സാക്ഷ്യത്തിന്റെ വചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും സാത്താന്റെ മേൽ വിജയം നേടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ സാക്ഷ്യത്തിന്റെ വചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും വിജയം നേടി. ഈ വിജയം നമുക്കുള്ളതാണ്, യേശുവിന്റെ മക്കൾക്കുള്ളതാണ്, യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കുള്ളതാണ് ഈ വിജയം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആകയാൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സ്വന്തം ജനമേ, നീ വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ പാടി ആരാധിച്ചപ്പോൾ ഈ അനുഗ്രഹം, ഈ വിജയം നമ്മുടെ മേൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ ഭയപ്പെടേണ്ട. ദൈവം ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ, ഒരു സൗഖ്യം, ഒരു ശക്തി നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് ആ നാമത്തെ ഉദ്ഘോഷിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അതിനാഥനായ ദൈവം, മഹാപ്രഭുവായ സർവശക്തനായ സകലത്തിന്റെയും ഉടയവനായ ദൈവം, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളെയും അവരുടെ ജീവിതാവശ്യങ്ങളുടെ മേലും, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലയിലാണോ ദൈവത്തിന്റെ കൃപ, സൗഖ്യം പൊട്ടി പുറപ്പെടേണ്ടത്, ആ മേഖലയിലേക്കെല്ലാം ഇതാ ദൈവത്തിന്റെ ശക്തി, ആരാധനയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്ന സമയമാണ്. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അനുഗ്രഹത്തിന്റെ ആസ്വാദത്തിന്റെ കരം നമ്മുടെ മേലും നമ്മുടെ ഭവനത്തിന് മേലും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം തളിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ. രക്ഷ നമുക്ക് നൽകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്